ഐ ക്വിറ്റ് മൈ ജോബ്. 9 hours ജോബ് ഈസ് എ സ്കാം. അവസാനം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്താണ് സ്വാതന്ത്ര്യം? അത് എന്നാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? യോ ബോയ്സ് ആൻഡ് ഗേൾസ്, ദിസ് ഈസ് മിഥുൻ തെങ്ങിലാൽ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അതായത് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു 19 വയസ്സ് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇന്നാണത് സഫലമായത്. കാരണം അറിയാമല്ലോ, നമ്മളെല്ലാവരെ പോലെ ഈ പ്രൈവസി കൺസേൺസ്, ക്യാമറ ഷൈനസ്, ലാക്ക് ഓഫ് ടൈം, ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, അതായത് ആളുകൾ എന്ത് ചിന്തിക്കൂ എന്നുള്ള ചിന്തകൾ മാത്രമല്ല, നിലവിൽ ഒരുപാട് വ്ളോഗേഴ്സ് കേരളത്തിലില്ലേ, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ ക്ലച്ച് പിടിക്കാനാണ് എന്നുള്ള ചിന്തകളും കൂടെ ആയിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ഇതുവരെയായിട്ടും തുടങ്ങാഞ്ഞത്. പക്ഷേ വയസ്സിപ്പോൾ 23 വയസ്സായി. അപ്പം ഇന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എന്നാണ് നീ തുടങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം എന്നിലേക്ക് തന്നെ ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തുന്നത്. ഗൈസ്, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ്റെ ആഗ്രഹത്തേക്കാൾ വലുത് വീട്ടിലെ അരിപ്രശ്നമാണ് എന്ന് ഒരു സമയമാകുമ്പോൾ മനസ്സിലാകുകയും അതിനുശേഷം നമ്മൾക്കിവിടെ 6 മാസം 4 മാസം 3 മാസം കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് ഞാൻ പഠിക്കുകയും തുടർന്ന് ഞാൻ ചെന്നൈയിലേക്ക് നാട് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ചെന്നൈയിൽ ചെന്ന് ഇൻ്റർവ്യൂ എടുത്ത് ഇൻ്റർവ്യൂവിൽ ഇമ്പ്രസ്സായ HR എൻ്റെ അടുത്ത് പറഞ്ഞു, അവനെ സാലറിയേക്കാർ എല്ലാവരുടെയും ശ്രദ്ധ ഇൻസെൻറ്റീവിലാണ്. സോ നന്നായി പെർഫോം ചെയ്താൽ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടും. ഇവിടെ ഞങ്ങളെല്ലാവരും ഫാമിലി പോലെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ടോക്സിക് വർക്ക് എൻവയൺമെൻറ്റ്, പുവർ മാനേജ്മെൻറ്റ്, നോ കരിയർ ഗ്രോത്ത്, ലോ സാലറി തുടങ്ങി 3 നേരം പോലും കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റാതെ ഞാൻ ഫിസിക്കലി ഡൗൺ ആയി തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ശോകമായപ്പോൾ പെട്ടിയും കിടക്കി എടുത്ത് ഞാൻ വീട്ടിൽ വന്നു. ആദ്യത്തെ 3 മാസമൊക്കെ അടിപൊളിയായിരുന്നു ബോയ്സ്. കാരണം സീനൊന്നും ഇല്ലായിരുന്നു. 3 നേരം ആഹാരമൊക്കെ ഉണ്ടായിരുന്നു. നൈസായിട്ട് മൂടായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പം 3 നേരം ആഹാരത്തിനോടൊപ്പം അവനെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ ഇറങ്ങിപ്പോ എന്നുള്ളൊരു ഡയലോഗും കൂടെ വന്നു തുടങ്ങി. അതിനോ വീട്ടിൽ ദാരിദ്ര്യമൊക്കെ ഉള്ളുണ്ട്, അങ്ങനെ പറയേണ്ടി വരും ഞങ്ങളുടെ മമ്മി. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു പറച്ചിൽ ഒരു ഉപദേശമായിട്ട് മാറി. ആ ഉപദേശം പിന്നീട് താക്കീതായി മാറുകയും ചെയ്തു. ബോയ്സ്. സോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഈ പറയുന്ന ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും എനിക്ക് ജോലിക്ക് പോവുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ചെന്നൈയിൽ എന്താണോ ജോലി ഉള്ളത് അതേ ജോലി തന്നെയായിരുന്നു എറണാകുളത്തിൽ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. സോറി ഗൈസ്, ഞാനിതുവരെ എന്താണ് ഞാൻ ചെയ്ത ജോലിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വർക്ക് ചെയ്തത് ഒരു കോൾ സെൻറ്ററിന് വേണ്ടിയായിരുന്നു. ഐ നോ ഇറ്റ്സ് ടു weird. ഒരു ദിവസം 150+ കോൾസ് വരും, അത് അറ്റൻഡ് ചെയ്യണം. ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറയണം. ഡ്യൂട്ടി ടൈം 9 മണിക്കൂറാണ്. ഇതിൽ നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്. ലോകത്തുള്ള എല്ലാ കമ്പനിയിലും കോൾ സെൻറ്റർ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന എംപ്ലോയീസ് എല്ലാം പല പല മേഖലകളിൽ നിന്ന് വരുന്നവരാണ്. അതായത് പലരും സിറ്റികളിൽ തന്നെ പഠിക്കുന്നവരോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്ക് അപേക്ഷിച്ചിട്ട് അത് കിട്ടാതെ ഇതിലേക്ക് വന്നവരോ ആയിരിക്കും. പക്ഷേ എല്ലാവരുടെ ആത്യന്തികമായ ഉദ്ദേശം ഈ പറയുന്ന എറണാകുളം എക്സ്പ്ലോർ ചെയ്യുക, ഏതാണോ സിറ്റി ആ സിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കല്ലേ ഈ കഷ്ടപ്പെടുള്ളൂ, ബാക്കി ആർക്കും കഷ്ടപ്പാടില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ബട്ട് എല്ലാവർക്കും അവരുടെ പേഴ്സണൽ ലൈഫിൽ കഷ്ടപ്പാടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ലൂപ്പിന് മുകളിൽ ലൂപ്പ്. ജോലിക്കുണ്ടാവുന്ന ലൂപ്പിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അതുപോലുള്ള ലൂപ്പാണ് കൊച്ചി ലൂപ്പ്. അതെ ഗൈസ്, കൊച്ചി ഒരു ലൂപ്പാണ്. അവിടെ വന്നവർക്കും ജീവിക്കുന്നവർക്കും അവരുടെ ദിവസങ്ങൾ പോകുന്ന ഒരു പിടുത്തമില്ല. പൊതുവെ സിറ്റികളിൽ ഉണ്ടാകുന്ന ഒരുതരം വിരസതയില്ലാത്ത ആവർത്തനമാണ് ഈ ലൂപ്പ്. ഐ ക്വിറ്റ് മൈ ജോബ്. 9 hours ജോബ് ഈസ് എ സ്കാം. IT ഫീൽഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് കോൾ സെൻ്ററിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സിറ്റി ഒരു വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞാൻ അഥവാ സിറ്റിയിലേക്ക് പോയാലും ഈ പറയുന്ന 9 hours ജോബ് ഞാൻ ചെയ്യത്തില്ല. പക്ഷേ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ജനിച്ച എനിക്ക് എല്ലാവരെ പോലെയും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അക്കാഡമിക് പ്രഷർ, പാരലൽ എക്സ്പെക്റ്റേഷൻ, കരിയർ ആൻസൈറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു. സമൂഹത്തിൽ എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി എങ്ങനെ ഞാൻ ഉണ്ടാക്കും
അവസാനം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്താണ് സ്വാതന്ത്ര്യം? അത് എന്നാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? ജോലി ചെയ്യുന്നതും പണം ഉണ്ടാക്കുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികളെ ഉണ്ടാക്കുന്നതും മാത്രമാണോ ജീവിതം? എന്നാണ് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നത്? ഫ്യൂച്ചർ സെറ്റാക്കാൻ വേണ്ടി പ്രസൻറ്റ് ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതാണോ ജീവിതം? സോ വാട്ട് ഈസ് ദ ജീവിതം? എന്താണ് ലൈഫ്? അതെ ഗൈസ്, ജീവിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ജീവിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഒരു ലൂപ്പിലും അകപ്പെട്ടു പോകാതെ, ഒരാളുടെ കൺട്രോളിലും പെട്ടുപോകാതെ ഞാൻ ജീവിക്കുന്നു. സോ ഞാൻ ജീവിക്കുന്നു എന്നതിൻ്റെ ഭാഗമാണ് ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള തീരുമാനം ഞാൻ എടുക്കുകയും അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സോ എൻ്റെ ജീവിതത്തിൽ ഹാപ്പൻ ചെയ്യുന്ന മാക്സിമം എല്ലാ കാര്യങ്ങളും നല്ല റോ ആയിട്ട് തന്നെ എക്സ്പോസ് ചെയ്യാനാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ ഗുഡ് സോൾസ് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. സോ നല്ല ആത്മാക്കളെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. സോ ഇത്രയും നേരം ഞാൻ കണ്ണാടി വെച്ചത് നിങ്ങളടുത്ത് ഷോ കാണിക്കുകയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വായിക്കുമായിരുന്നു. സോ കുറേ നേരം ഒരു ടേക്ക് എടുത്തുകൊണ്ടിരിക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കോ. ബൈ. ഷീറ്റ്. Words are my words and